ഞാൻ അത്ഭുതപ്പെടുന്നത് നിർമാല്യം എന്നൊരു സിനിമ ഇപ്പോഴിറങ്ങിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അത് നടക്കില്ല. എം.ടി. വാസുദേവൻ നായരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടേനെ. എം.ടി. വാസുദേവൻ നായർക്ക് പൊള്ളി, പി.ജെ. ആൻ്റണിക്ക് പൊള്ളി എന്നൊക്കെ നമ്മളിപ്പോൾ കേൾക്കുമായിരുന്നു. ആരായിരുന്നു പി.ജെ. ആൻ്റണി? ആരാണ് എം.ടി. വാസുദേവൻ നായർ? നിർഭാഗ്യകരമാണ് ഈ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ക്രൂരമായ മുഖം. എൻ്റെ വാദം അവതരിപ്പിക്കാം. എനിക്ക് 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഞാൻ ഓർഗനൈസറിലെ ലേഖനം വായിച്ചു. ഓർഗനൈസറിലെ ലേഖനം വളരെ നിലവാരം കുറഞ്ഞൊരു ലേഖനമായിട്ടാണ് ഞാൻ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഏതൊരു സമൂഹ മാധ്യമത്തിലും വരുന്ന ഒരു സിനിമ ഡീഗ്രേഡിംഗ് ആർട്ടിക്കിളിനോട് മാത്രമാണ്. ആ സിനിമയെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറയുക, എന്നിട്ട് ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് സംശയിക്കുന്നു എന്ന മട്ടിൽ പറയുക. എന്നാൽ ആ സിനിമ വളരെ കൃത്യമായി പറയുന്നു. ഏതൊരു സിനിമയും തുടങ്ങുമ്പോൾ തുടക്കത്തിൽ പറയുന്നത് ഇതൊരു സാങ്കല്പികമായിട്ടുള്ള സൃഷ്ടിയാണ്. ഒരു സിനിമ ഒരു സാങ്കല്പികമായ സൃഷ്ടിയാണ്. പക്ഷേ ആ സങ്കല്പത്തിന് വേണ്ടുന്ന മെറ്റീരിയൽസ് കിട്ടുന്നത് നമ്മളുടെ ഈ ജീവിതത്തിൽ നിന്നാണ്. അതിലെ അനുഭവങ്ങൾ നുള്ളിപ്പറക്കിയെടുത്താണ് കഥയും കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ വരുന്നത്. ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാലോ എന്നാ ചോദിക്കാനുള്ളത്. ഇങ്ങനെ ഭയന്ന് തുടങ്ങിയാൽ എവിടം വരെ ഭയക്കും? നോക്കൂ, നമ്മുടെ മുന്നിൽ ഒരു ചരിത്രമില്ലേ? ജവഹർലാൽ നെഹ്റു തൻ്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരാളാണ്. ജവഹർലാൽ നെഹ്റുവിനെ ആദ്യഘട്ടത്തിൽ വിമർശിക്കാതിരുന്ന കാർട്ടൂണിസ്റ്റായിരുന്നു ശങ്കർ. അദ്ദേഹത്തിൻ്റെ ആർ.കെ. ലക്ഷ്മൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ശങ്കേഴ്സ് വാരികയിൽ കാർട്ടൂൺ വരാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് സ്പെയർ ചെയ്യുന്നത്? എന്നെ സ്പെയർ ചെയ്യാൻ പാടില്ല, ഡോണ്ട് സ്പെയർ മീ എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. എന്നെ നിങ്ങൾ വിമർശിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയുള്ള നാടാണ് നമ്മുടേത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്നാണ് നമ്മൾ മാറുന്നത് എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഓർഗനൈസറിലെ ആ ലേഖനത്തിൽ പറയുന്നത് നോക്കൂ, ഇത് പ്രധാനമന്ത്രിക്ക് നാണക്കേടല്ലേ? ഈ ഓർഗനൈസറിലെ ഈ ലേഖനത്തിലുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്കല്ലേ? വൺ ഓഫ് ദി മോസ്റ്റ് ബിസൈർ ആൻഡ് ബേസ്ലെസ് മൊമെൻറ്റ്സ് ഇൻ ദ ഫിലിം ഈസ് വെൻ എ വില്ലൻ അഫിലിയേറ്റഡ് വിത്ത് ദ പ്രോ ഹിന്ദു പാർട്ടി റിസംബ്ലിംഗ് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. താടി വെച്ചു എന്നുള്ളത് കൊണ്ട് നരേന്ദ്രമോദിയായിട്ട് സാമ്യമുണ്ട് എന്ന് ഓർഗനൈസർ പറയുകയാണ്. സിനിമ അങ്ങനെ ക്ലെയിം ചെയ്തിട്ടില്ല. ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. ആ സാങ്കല്പിക കഥാപാത്രം പറഞ്ഞതായിട്ട് പറയുമ്പോൾ ഓർഗനൈസർ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കഥാരൂപത്തിന് ഈ പറയുന്ന പ്രധാനമന്ത്രിയുമായി രൂപസാദൃശ്യമുണ്ട് എന്ന് ഒരു ഓർഗനൈസറെ പോലെയുള്ള RSSൻ്റെ ഒരു മൗത്ത് പീസ് പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കടന്നുപോയി. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ RSS ആ രീതിയിൽ അപമാനിച്ചത് ശരിയായില്ല, പ്രത്യേകിച്ച് ഓർഗനൈസർ ആ രീതിയിൽ അപമാനിച്ചത് ശരിയായില്ല എന്നതാണ് എൻ്റെ ടേക്ക്. പിന്നെ അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ സുജയ പറഞ്ഞ കാര്യങ്ങൾ, മുല്ലപ്പെരിയാറിൽ ബോംബിടും എന്ന് ഇതിലൊരു കഥാപാത്രം പറയുന്നത് ഇത് യഥാർത്ഥത്തിലൊരു ഡിവിസീവ് പൊളിറ്റിക്സ് വരുന്നതാണോ? സിനിമകളിൽ ഇങ്ങനെ എന്തെല്ലാം കഥകളും കഥാപാത്രങ്ങളുമാണ് നമ്മുടെ മുന്നിൽ വന്നു പോകുന്നത്. എത്രയെത്ര കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു പോകുന്നത്. എന്താ കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ മുഴുവൻ മനുഷ്യരും കാണണമെന്ന് പറഞ്ഞതാരാ? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ? നിങ്ങളെല്ലാവരും പോയി ആ സിനിമ കാണണമെന്ന് പറഞ്ഞ് ഈ കേരള സ്റ്റോറിക്കും അതേപോലെ കാശ്മീരി ഫയൽസിനും പൂർണ്ണമായി പിന്തുണ കൊടുത്തത് ഈ സർക്കാരല്ലേ? അതിനകത്തെ പൊളിറ്റിക്സ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് അല്ലെന്ന് ഈ ലോകത്താരെങ്കിലും പറയൂ? ഏത് മനുഷ്യനും സാധാരണ ഒരു കൊച്ചു പോലും പറയുന്നില്ലേ? അത് മിസ്റെപ്രസെൻറ്റഡ് ഡാറ്റ ആയിരുന്നില്ല അതിനകത്തുണ്ടായിരുന്നത്. 33,000 എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ 3 പോലും തികയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന കഥ നമ്മൾ കണ്ടതല്ലേ? പച്ചക്കള്ളം പറഞ്ഞൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ സിനിമ ബാൻ ചെയ്യണമെന്ന് നമ്മളാരും പറഞ്ഞില്ലല്ലോ. പകരം എന്താ? ആ സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രൊപ്പഗാൻഡ, അത് ദൂരദർശൻ പോലൊരു മാധ്യമത്തിൽ ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ പറഞ്ഞത്. ആ സിനിമ ബാൻ ചെയ്യാൻ ഞാനടക്കമുള്ളവർ പറഞ്ഞിട്ടില്ല. പക്ഷേ വേണ്ടത് അവിടെ ആ സിനിമയുടെ സ്ക്രിപ്റ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്നു കാണിക്കണം. ആ സിനിമയെ വിമർശിക്കാം. നിരൂപണത്തിന് എല്ലാവിധ അവകാശങ്ങളുമുള്ള ഒരു നാടാണിത്. ഇനി ഈ സിനിമയെ എന്താണ് ഇത്ര പ്രകോപിപ്പിക്കാനുള്ള കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലെ ഗോദ്ര കലാപത്തെ തുടർന്നുണ്ടായ നരോദ പാട്യ റയോട്ടാണ്. നരോദ പാട്യ റിയോട്ട് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. 2002 ഫെബ്രുവരി മാസം 27-ാം തീയതിയാണ് ഗോദ്രയിൽ തീവണ്ടിക്ക് നേരെ ആക്രമണം നടക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം 28-ാം തീയതി നരോദ ഗ്രാമിലും നരോദ പാട്ടിയിലും നടന്നിയ സ്വാഭാവികമായും അല്ലല്ല, നോക്കൂ, തീവണ്ടി ആക്രമിച്ചവരെ കുറിച്ച് നമ്മൾ പറയണം. തീവ്രവാദികൾ ഭീകരവാദികൾ ആക്രമിച്ചു എന്നുള്ളതിനകത്ത് ആർക്കാ സംശയം? ആ ആക്രമിച്ച തൊട്ടടുത്ത ദിവസം അത് സിനിമയിൽ വരണോ? അല്ല, അതാ സിനിമയിൽ സ്വാതന്ത്ര്യം കിട്ടിയത് മഹാത്മാഗാന്ധി ഡോക്യുമെന്ററി അല്ല. സിനിമയിൽ കൃത്യമായി ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഡോക്യുമെന്ററി അല്ലല്ലോ. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഡോക്യുമെന്ററി അല്ലാന്ന് സുജയ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ വാദമില്ല സുജയ്ക്ക്. അവിടെ അവസാനിച്ചു, ഇതൊരു സിനിമയാണ്. കേട്ടു, ഞാൻ പറയട്ടെ. നരോദ പാട്ടിയുടെ കാര്യത്തിൽ നരോദ പാട്ടിയും നരോദ ഗ്രാമം സംഭവം നടക്കുമ്പോൾ 97 പേരാണ് നരോദ പാട്ടിയിൽ കൊല്ലപ്പെട്ടത്. അതിൽ 36 സ്ത്രീകളുണ്ട്, 25 കുട്ടികളുണ്ട്, ബാക്കി പുരുഷന്മാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ 2 പേരിൽ ഒരാൾ മായ കൊട്നി എന്ന് പറയുന്ന BJP മന്ത്രിയായിരുന്നു. മറ്റൊരാൾ
ഈ ബാബു ബജ്രംഗി എന്ന് അറിയപ്പെടുന്ന ബാബുഭായ് പട്ടേലായിരുന്നു. ബാബുഭായ് പട്ടേൽ എന്നാണ് അയാളുടെ മുഴുവൻ പേര്. അയാൾ 2007 ഒരു സ്വകാര്യ ചാനലിന് കൊടുത്തൊരു അഭിമുഖമുണ്ട്. ഞാൻ അഭിമുഖം കേട്ടു പൂർണ്ണമായിട്ടും. ആ അഭിമുഖത്തിൽ പറയുന്ന 4 കാര്യങ്ങൾ, അതിലൊരു കാര്യം ഇതാണ്. അയാൾ പറയാണ്, അയാളുടെ ശബ്ദത്തിൽ പറയാണ്, ബാബു ബജ്രംഗി എന്ന ഈ ബാബുഭായ് പട്ടേൽ പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പോലീസ് നമുക്ക് സംരക്ഷണം ഒരുക്കി. പോലീസ് അവിടെ ഉള്ളതുകൊണ്ട് അവർ തോക്കെടുത്ത് വെടിവെച്ചപ്പോൾ ആ വെടികളെല്ലാം കൊണ്ടത് അവർക്കാണ്, നമുക്ക് നേരെ അവർ തോക്ക് ചൂണ്ടിയില്ല. പറയുന്നത് ഈ പറയുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജ്രംഗിയാണ്. ഒരു ഗ്രാമത്തിലെ മൈനോറിറ്റി മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായും കൂട്ടക്കൊല ചെയ്ത് 97 പേരെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ നരോദ പാട്യ കേസിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്യൂസ്ഡ് ആയിരിക്കുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജ്രംഗിയുടെ ലൈവ് സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഒടുവിൽ നമ്മൾ അവരുടെ വീടുകളിലേക്ക് കടന്നു കയറി അവരുടെ വീടുകളിലുള്ള ഗ്യാസ് കണക്ഷനുകൾ എടുത്ത് അവിടെ വെച്ച് സ്ഫോടനം നടത്തി അവരെ നമ്മൾ കൊന്നു, അവരെ നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു എന്ന് അഭിമാനപൂർവ്വം പറയുക. എന്നിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് അദ്ദേഹം ഉച്ചരിക്കുന്നുണ്ട്. അന്ന് പ്രധാനമന്ത്രി ആയിട്ടില്ല, അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. ആ പേരുച്ചരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആ പേര് പറയില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിലെ പ്രധാനപ്പെട്ട കുറ്റവാളി പറയുന്നു ആ മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ജയിലിൽ നിന്ന് ഇറക്കിയെന്ന് മാത്രമാണ്. എല്ലാ സംരക്ഷണവും നൽകി എന്നുള്ളതാണ് പറയുന്നത്. പോലീസ് പൂർണ്ണമായ സംരക്ഷണം നൽകി, അവർ കാഴ്ചക്കാരായിട്ട് നിന്നു. അതുകൊണ്ട് ഇത് വലിയ ഒരു നേട്ടമാണ് എന്നാണ് പറയുന്നത്. ഇതൊരു വലിയ അവസരമാണെന്നാണ് പറയുന്നത്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മലയാളികളോട് നമ്മൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ. പറഞ്ഞത് ബാബു ബജ്രംഗി കൊടും ഭീകരനാണ് ബാബു ബജ്രംഗി. ഈ ബാബു ബജ്രംഗിക്ക് ആ പേര് വന്നതിൻ്റെ കാര്യം എന്താ? ബജ്രംഗ ദളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് വരുന്നത്. ഈ ബാബു ബജ്രംഗി ഒടുവിൽ എന്താ ചെയ്തതെന്നറിയാമോ? നരോദ ഗാം എന്ന് പറയുന്ന ഈ കൂട്ടക്കൊല നടന്ന ഗ്രാമത്തിലെ ആ കേസിൽ 21 വർഷത്തിനു ശേഷം ബാബു ബജ്രംഗിയെ വെറുതെ വിട്ടു. പക്ഷേ നരോദ പാട്യ കേസ് സെപ്പറേറ്റ് കേസാണ്. രണ്ടും 2 കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അതിന് 21 വർഷത്തെ ശിക്ഷ കൊടുത്തു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 7ഓളം തവണ പരോളിൽ ഇറങ്ങേണ്ടി വന്നു. ജാമ്യത്തിലിറങ്ങി ഈ പറയുന്ന ബാബു ബജ്രംഗി. കൊടും ഭീകരനായ ബാബു ബജ്രംഗിയുടെ പേരുപയോഗിച്ചപ്പോൾ പൊള്ളി. ആർക്ക് പൊള്ളി? ബജ്രംഗ ദളിന് പൊള്ളി. കൊടും ഭീകരനെന്ന് താങ്കൾ പറഞ്ഞ സുപ്രീം കോടതിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യ വിധി കോട്ട് ചെയ്ത ഡോക്ടർ അരുൺ, അപ്പോൾ ഏത് കോടതിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്? കൊടും ഭീകരനെന്ന് താങ്കൾ ഒരു നരോദ പാട്യ കേസിൽ ഇപ്പോഴും അദ്ദേഹം കുറ്റവാളിയാ, ജാമ്യത്തിലാണെന്നേ ഉള്ളൂ. ശരിയല്ലേ? കുറ്റവാളിയല്ലേ? 97 പേരെ കൊലപ്പെടുത്തുന്നതിൽ 70 പേരെ നേരിട്ട് വീട്ടിൽ പോയി അവരുടെ ഗ്യാസ് എടുത്ത് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 97 പേരുടെ കൊലപാതകത്തിന് കാരണമായ ബാബു ബജ്രംഗി എന്ന് പറയുന്ന കൊടും ഭീകരനല്ലേ? അതെ. ആണോ? അങ്ങനെയല്ല, ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞോണ്ട് നമുക്ക് കയറി ഇടപെട്ടല്ലോ. ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഈ ഗോത്ര സംഭവത്തിന്റെ, അതായത് ഈ നരോദ പാട്ടിയിലേക്കുള്ള വഴിയിലെ ഗോത്ര എന്ന് പറയുന്ന ഒരു സംഭവം നടന്നായിരുന്നു. ഒരു ട്രെയിനിനുള്ളിൽ വെറുതെ അങ്ങ് തീ പടർന്നതല്ല. അതിന്റെ മുഖ്യ സൂത്രധാരന്റെ പേര് ഫാറൂഖ് ഭാന എന്നാണ്. ഫാറൂഖ് ഭാന 2016 മെയ് 19 അയാളെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത. അതുകൊണ്ടെന്നല്ല, ഞാൻ പറയട്ടെ, ഗോത്രയിൽ 59 പേരുടെ മരണത്തിനിടയാക്കിയ തീവണ്ടി കത്തിക്കൽ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ ഫാറൂഖ് ഭാന 14 വർഷത്തിന് ശേഷമാണ് അറസ്റ്റിലായത്. ഈ സബർമതി എക്സ്പ്രസിന്റെ S6 കോച്ചിൽ മണ്ണെണ്ണയടക്കം എത്തിച്ച ഫാറൂഖിനെ കുറിച്ച് മിണ്ടാൻ പൃഥ്വിരാജിന് സമയമില്ല. തീവ്രവാദികളെ മുഴുവനെ കുറിച്ച് ഡോക്യുമെന്ററി ആണോ? അല്ല, ഡോക്ടർ അരുൺ അതാ പറഞ്ഞത്, പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണെന്ന് വ്യക്തമാകുന്നത് ചെയ്യുമ്പോഴാണ്. സ്ത്രീകളെ അതിക്രൂരമായി ആക്രമിച്ച ഒരാളുടെ പേരിൽ സുജിയെ ഇങ്ങനെ അയാളെ ഞാൻ ന്യായീകരിച്ചോ? ഇല്ലല്ലോ. ന്യായീകരിച്ചോ? ഇപ്പൊ കോമ്പൻസേറ്റ് ചെയ്യാൻ മറ്റൊരാളുടെ പേര് കൊണ്ടുവരും. കോമ്പൻസേറ്റ് ചെയ്യാനല്ല, അതിന് മുൻപ് നടന്ന സംഭവത്തിലെ മറ്റൊരു ഭീകരന്റെ പേര് കൂടി പറഞ്ഞു. ഞാൻ ഫാറൂഖിനെ കുറിച്ച് പൃഥ്വിരാജിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതാണ് പൃഥ്വിരാജിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മാത്രം നോക്കിയതായതുകൊണ്ടാണ് അതിനെ എതിർത്തത്. ചരിത്രത്തെ വളച്ചൊടിക്കാൻ നോക്കി. ചരിത്രത്തെ കുറിച്ച് അതിനുശേഷം നടന്ന അഹമ്മദാബാദ് റൈറ്റിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് ശേഷം നടന്ന അഹമ്മദാബാദ് റൈറ്റ് തുടക്കം എവിടെയാണെന്നുള്ളത് മറന്നു പോകുന്നു. ജസ്റ്റിഫൈ ചെയ്യണോ സുജയ? തുടങ്ങിയത് എവിടെയാണ്? ഞാൻ ജസ്റ്റിഫൈ എന്ന് പറയുന്നത് താങ്കൾ മിസ് റെപ്രസെന്റേഷൻ ആണ്. താങ്കൾ പറയണം അഹമ്മദാബാദ് റൈറ്റ് ഞാൻ പറഞ്ഞത് ഗോത്ര എക്സ്പ്രസിന്റെ തീ വെച്ചുകൊണ്ട് ആരെങ്കിലും ഗോത്ര സംഭവത്തെ ന്യായീകരിച്ചിട്ടുണ്ട്? ന്യായീകരിക്കരുത്.
ന്യായീകരിക്കരുത്. ആര് ന്യായീകരിച്ചു? ന്യായീകരിക്കരുത്. ആര് ന്യായീകരിച്ചു? മറന്നുകൊണ്ട് തൊട്ടടുത്ത നരോദ പാട്ടീൽ നിന്നാണ് ചരിത്രം തുടങ്ങുന്നത്. ഗോത്ര സബർമതി എക്സ്പ്രസ് S6 കോച്ച് മറക്കുന്ന ഇതേ സംവിധാനം തന്നെയാണ് ബാബു ബജരംഗിയെ കുറിച്ച് പറയുമ്പോൾ സുജയ്ക്ക് പൊള്ളും. ബാബു ബജരംഗിയെ കുറിച്ച് പറയുമ്പോൾ പൊള്ളും. കാരണം കൂടെ നിൽക്കുന്നത് ആരാണെന്നറിയാമോ? മായ കോട്നി എന്ന് പറയുന്ന ബിജെപിയുടെ മന്ത്രിയാണ്. ബിജെപിയുടെ മന്ത്രി മായ കോട്നി. ഈ പറയുന്ന ബാബു ബജരംഗിക്ക് 6 തവണ ജാമ്യം കൊടുത്തത് ഇതേ സർക്കാരാ. ആ 6 തവണ കൊടുത്ത മാത്രമല്ല, ഇഷ ജഹാൻ കേസുണ്ടല്ലോ, 3 പ്രധാനപ്പെട്ട കേസുകളിൽ ബെസ്റ്റ് ബേക്കറി കേസിലടക്കം ആരാ പുറത്തുവിട്ടത്? ഏത് സർക്കാരാ പുറത്തുവിട്ടത്? ഒടുവിൽ എന്തുകൊണ്ടാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട്, കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നിട്ട്, ക്രൂരമായി ഒരു ഗർഭിണിയെ ബലാത്സംഗം ചെയ്തിട്ട്, എന്നിട്ട് എന്ത് സംഭവിച്ചു ആ പ്രതികൾക്ക്? ആരാ മാലയിട്ട് സ്വീകരിച്ചത്? ആരാ മാലയിട്ട് സ്വീകരിച്ചത്? അവർക്ക് പൊള്ളും സാർ. ആ സിനിമ കാണുമ്പോൾ പൊള്ളും. ആ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ യാഥാർത്ഥ്യം കാണുമ്പോൾ പൊള്ളും. ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരു സിനിമ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിനെ സിനിമയായി കാണാൻ പഠിക്കുക എന്നുള്ള മിനിമം ഒരു സാമാന്യ മര്യാദയുണ്ട്. അത് ഉണ്ടായില്ല. നോക്കൂ, അവരുടെ ഗർഭപാത്രത്തിൽ ശൂലമെടുത്ത് പുറത്തേക്ക് ഇനിയുമുണ്ട്, തീർന്നിട്ടില്ല. സുപ്രീം കോടതി ഈ പറയുന്ന കുനാൽ കംറയുടെ വിഷയത്തിൽ പറഞ്ഞല്ലോ, ഒരു സ്റ്റാൻഡപ്പ് കൊമഡിയൻ്റെ കോമഡി പീസ് കേട്ടാൽ പോലും അസ്വസ്ഥമാവുന്ന ഒരു ഭരണകൂടമാണോ ഇത്? ഈ പറയുന്ന പ്രതാപ് ഗഡിയുടെ ഒരു കവിതയുണ്ടല്ലോ, ആ പ്രതാപ് ഗഡിയുടെ കവിത കേൾക്കുമ്പോൾ, ഒരു കവിത കേൾക്കുമ്പോൾ ഉടഞ്ഞു പോകുന്ന ഒരു ധൈര്യം മാത്രമാണോ ഈ റിപ്പബ്ലിക്കിനുള്ളത്? ഞാനല്ലേ ചോദിച്ചത്, സുപ്രീം കോടതി ചോദിച്ചതാ. ഒരു സിനിമയിൽ ഒരു രംഗം ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ ആ വില്ലൻ്റെ പേര് ബജ്രംഗി എന്ന് ഇടുന്നത് കാണുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അന്തസ്സ് കെട്ടുപോകുമെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നവരുടെ ഭരണ കക്ഷിക്ക് വിറയലുണ്ടാകുന്നുണ്ടെങ്കിൽ, പരിഭ്രമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അവർക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ, ഈ റിപ്പബ്ലിക്കിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? അതിനെ തുടർന്നൊരു വലിയ ഭീതിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. നിങ്ങൾക്കറിയാമോ, നമ്മൾ കേരള സ്റ്റോറി വിമർശിക്കുന്ന സമയത്ത് അതിലെ നായക നടൻ്റെ പേര് സ്മൃതിക്കറിയാമോ? സുജയ്ക്കറിയാമോ? എനിക്കറിയില്ല, ആൻഡ്രോയ്ക്കറിയില്ല. ഇത് കാണുന്ന ഒരു പ്രേക്ഷകനും അറിയില്ല. അതിലെ നടിയുടെ പേരറിയാമോ? അവരെ ആരെങ്കിലും നമ്മൾ വ്യക്തിപരമായി വേട്ടയാടിയോ? അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തോ? ഇന്ന് സുജയ മോഹൻലാലിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തില്ലേ? കേരള സ്റ്റോറി എന്ന സിനിമയിൽ ഏതെങ്കിലും ഒരു നടൻ്റെ വിശ്വാസ്യത ഈ പൊതുസമൂഹത്തിൽ ആരെങ്കിലും ചോദ്യം ചെയ്തോ? എന്തുകൊണ്ടാണ്? മാന്യതയുണ്ട്, വിമർശനത്തിന് അതിൻ്റെതായ രീതിയുണ്ട്. മാന്യതയുണ്ട്, വിമർശനത്തിന്റെ ഒരു രീതി, ശാസ്ത്രമുണ്ട്. അതാണ് പരാമർശം നടത്തുകയാണ്. ഒബ്ജക്ഷൻ പറയൂ, താങ്കൾ പറയൂ. കേരള സ്റ്റോറിയിൽ ഏതെങ്കിലും എന്റെ ഡിഗ്നിറ്റിയെ ഹർട്ട് ചെയ്യാൻ ഡോക്ടർ അരുണിന് ഒരു അവകാശവുമില്ല. ഞാൻ താങ്കളുടെ ഡിഗ്നിറ്റി ഒന്നല്ല, താങ്കളുടെ അഭിപ്രായങ്ങളോടാണ് എനിക്ക് വ്യക്തിപരമായ ഒരു വിയോജിപ്പുമില്ല. താങ്കളുടെ ആശയങ്ങളെ ഈ നിമിഷം ബാബു ബജരംഗി എന്ന പേര് പറഞ്ഞപ്പോൾ താങ്കളുടെ അസ്വസ്ഥതയെ ഞാൻ പറഞ്ഞു. ബാബു ബജരംഗി എന്ന 97 ചെയ്ത ഒരു കൊടും ഭീകരനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ താങ്കൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ അത് സമൂഹം കാണും. കാണുന്നുണ്ട്. ഞാൻ എന്തിനാ പറയുന്നത്? ഈ സിനിമയിൽ പൃഥ്വിരാജ് ഈ സംഭവങ്ങളെ മുഴുവൻ ഡോക്യുമെന്റ് ചെയ്തില്ല എന്നതാണ് സുജയുടെ വിമർശനമെങ്കിൽ ആ വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നു, ഞാനത് മനസ്സിലാക്കുന്നു. ഇനി അതൊരു സിനിമയാണ് എന്ന മിനിമം കോമൺ സെൻസിൽ ആ സിനിമയെ സമീപിക്കണമായിരുന്നു. അത് സുജയ ചെയ്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമയെ കുറിച്ചാണ്, പൃഥ്വിരാജ് ചെയ്തില്ലെന്നാ പറഞ്ഞത്. പൃഥ്വിരാജ് എന്തുകൊണ്ട് ഈ ഭാഗം മനഃപൂർവ്വം ഒഴിവാക്കിയത്? സിനിമയുടെ തിരക്കഥാകൃത്ത് എന്തെഴുതണം എന്ന് സുജയുടെ തിട്ടൂരം വേണ്ട. തിട്ടൂരം വേണ്ടെങ്കിലും മുരളി ഗോപി പൃഥ്വിരാജ് ഇപ്പൊ ഇരുന്ന് എഡിറ്റ് ചെയ്യും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമ പ്രവർത്തകരുടെ അവകാശങ്ങൾ ഓരോ നിമിഷവും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത്, ഫ്രീഡം ഇൻഡെക്സ് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് അതിവേഗം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത്, നോക്കൂ താങ്കൾ സിനിമയിൽ ഒരു താടിക്കാരനായി വില്ലൻ വന്നപ്പോ സിനിമയ്ക്ക് 17 കട്ട് വേണമെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു? കട്ട് ചെയ്യാം സാർ എന്ന് പറഞ്ഞത് ആരാണെന്നുള്ളത് പുറത്തു വരുമല്ലോ. കട്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞത് സുജയ ആനന്ദിക്കുന്നത്, ഞാൻ ആനന്ദിക്കുന്നത് എന്റെ ഇഷ്ടം. ഒരു മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു സിനിമയിൽ കത്രിക വീഴുമ്പോഴല്ല. ആരോഗ്യപരമായ ചർച്ച പൊതുസമൂഹത്തിൽ നടക്കുമ്പോഴാണ് സുജയ ആ സിനിമയെ കുറിച്ചുള്ള നിരൂപണം. ഒരു സിനിമയുടെ പുറത്ത് കത്രിക വീഴണമെന്ന് ആഗ്രഹിക്കുന്നത്, ഒരു സിനിമയുടെ പുറത്ത് കത്രിക വീഴണമെന്ന് ആഗ്രഹിക്കുന്നത് ജനാധിപത്യത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഒരു രീതിയല്ല. സ്വാതന്ത്ര്യത്തെ താങ്കൾ അംഗീകരിക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് താങ്കളുടെ ഫ്രെയിമിൽ നിന്ന് ഞാൻ നടത്തണമെന്നാണെങ്കിൽ അത് നടക്കില്ല സാർ. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? താങ്കൾ
ചുരുക്കം താങ്കൾ അതാണ്. എന്തൊക്കെയാ ഈ പറയുന്നത്? താങ്കൾ പറഞ്ഞതിന്റെ ചുരുക്കം അതാണ്. Freedom ഞാൻ Index-ൽ നിശ്ചയിക്കും. നോക്കൂ, Within this frame. അല്ലല്ലല്ല, മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ within this frame സുജയ പറഞ്ഞു നിൽക്കണം. അത് നടക്കില്ല, ഇന്ത്യയുടെ ഫ്രീഡം ഇൻഡെക്സ് എത്രയാ? പ്രസ് ഫ്രീഡം അത് ഇൻഡെക്സ് നടക്കില്ല സാർ. പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഞാൻ ചോദിക്കുന്ന ഡോക്ടർ അരുൺ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എത്രയാ? അല്ല സുജയ, എന്റെ ചോദ്യത്തിന് ഉത്തരം തരാമോ? എന്റെ ചോദ്യത്തിന് ഉത്തരം തരാമോ? ഉത്തരം പറയാൻ ഇത് quiz അല്ല. അപ്പോൾ എന്റെ സമയം കഴിയട്ടെ. വിഷയത്തിലേക്ക് അപ്പോൾ വരൂ. ഉത്തരമില്ലെങ്കിൽ അവിടെ നിർത്തട്ടെ. ഉത്തരമില്ലെങ്കിൽ വിഷയത്തിലേക്ക് വരൂ. ഉത്തരമില്ലെങ്കിൽ ഞാൻ പറയട്ടെ. വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയാതെ കുറേ ഉത്തരമില്ലെങ്കിൽ സുജയ നിൽക്കും. ഉത്തരമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ചോദ്യം ചോദിച്ചും ഉത്തരം പറഞ്ഞും പോവാം. ഇനി പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ രാജ്യം 180 സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു സ്വാതന്ത്ര്യം വേണ്ട, നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്നല്ല, 17 ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുകയാണല്ലോ എന്ന് ആഹ്ലാദിക്കുന്നതും അഭിമാനിക്കുന്നതും അത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത് ഈ രാജ്യത്തിന്റെ പോക്കിന് ശരിയല്ല. അത് ഈ സിനിമയെന്നല്ല, അത് കേരള സ്റ്റോറി ആണെങ്കിലും കാശ്മീരി ഫയൽ ആണെങ്കിലും അതിൽ സെൻസർ ബോർഡിന്റെ കത്രിക വീഴണം എന്ന നിലപാടിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. എന്നാൽ ആ സിനിമകളുടെ പ്രമേയത്തെ രാഷ്ട്രീയമായി വിമർശിക്കാം, സത്യസന്ധമായി നിരൂപണം നടത്താം. ആ സിനിമയെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇന്ന് വരുന്നുണ്ട്. ആ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾക്ക് അംഗീകരിക്കാം. അതിനോടൊന്നും ആർക്കും ഇൻടോളറൻ്റ് അല്ല. പക്ഷേ ഭീതിതമായ അന്തരീക്ഷത്തിൽ അയാളുടെ ISI ബന്ധം ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ പ്രധാനമന്ത്രിയെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ഉടൻ പാകിസ്ഥാൻ ചാരനാവും. രാജ്യത്തെ രാജ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ പേരിൽ കേസ് വരും. അല്ല, പൃഥ്വിരാജിനെയാണ് ലക്ഷ്യമിടുന്നത്. അദാനിയുടെ പേരിൽ, അദാനി 500 കോടി ഉണ്ടാക്കിയതിന്റെ പേരിൽ, 500 കോടി ഉണ്ടാക്കി എന്ന് എഴുതിയതിന്റെ പേരിൽ, എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് ജയിലിൽ കിടക്കുന്ന ഒരു ജ്ഞാനവൃദ്ധനുണ്ടായിരുന്നു. ഈ പറയുന്ന ഗുഹാ താക്കൂർത്ത EPW ആർട്ടിക്കിൾ എഴുതിയതാ. അദ്ദേഹത്തിന്റെ പേരിൽ കൂടെ നടന്ന് അദ്ദേഹത്തിന് എതിരെ കേസെടുക്കുക. കനാൽ കുമറയ്ക്കെതിരെ ദാ ഇപ്പോ ഏക്നാഥ് ഷിൻഡെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ എന്ന വാക്ക് ഉപയോഗിച്ചതിന്റെ പേരിൽ കനാൽ കുമറെ ദാ ഇപ്പോ 2 മണിക്കൂർ മുമ്പ് മുംബൈയിൽ വീണ്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്തേക്കുക. ഈ രാജ്യം എങ്ങോട്ടാ? ഈ രാജ്യം എങ്ങോട്ടാണ് എന്നതിനൊപ്പം സംസ്ഥാനം എങ്ങോട്ടാണെന്ന് കൂടി നമ്മൾ ചോദിക്കണം. ഇതേ ഫ്ലോ സംസ്ഥാനം നല്ല വൃത്തിയായിട്ട് പറയട്ടെ സംസ്ഥാനം നല്ല വൃത്തിയായിട്ട് താങ്കൾ പറഞ്ഞല്ലോ സുജയ് ഇവിടെ പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച്. ഇതേപോലെ തന്നെ ADM നവീൻ ബാബുവിന്റെ കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിച്ച ദിവസമാണ്. ആ കേസിൽ പ്രതിയായ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഞാൻ ഈ മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറഞ്ഞ അഭിപ്രായത്തിനെതിരെ എന്നെ ജയിലിൽ കയറ്റുമെന്ന് ഭീഷണിപ്പെടുത്തി വീഡിയോ ഇട്ട നാടാണ് കേരളം. അത് CPIM-ന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമാണവർ. സഭ്യമായ വിമർശനവും നമ്മൾ ഏത് പൊതുസമൂഹത്തിൽ നടന്ന രാഷ്ട്രീയ വിമർശനങ്ങളും ഉൾക്കൊള്ളാനുള്ള മാന്യത എല്ലാവർക്കും ഉണ്ടാവണം. അതാണ് എന്റെ ടേക്ക് ഈ വിഷയത്തിൽ. എനിക്കൊന്ന് എഡിറ്റോറിയൽ അംഗങ്ങൾക്ക് അതിനകത്ത് വിയോജിപ്പില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഒരു സിനിമയിൽ കത്രിക വീഴുന്നത് ആഹ്ലാദിക്കാനുള്ള മനസ്സ് എനിക്കില്ല, ചുരുങ്ങിയ പക്ഷം. Meet the editors.